നമസ്കാരം. നമസ്കാരം സർ, വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വലിയ കോലാഹലങ്ങളാണ് കേരളത്തിലുണ്ടാക്കിയിരിക്കുന്നത്. മറ്റു പലയിടത്തും പലപ്പോഴും ഇത്തരത്തിലുള്ള കോലാഹലങ്ങളില്ല. പതിവ് പോലെ നമ്മുടെ പത്രങ്ങൾ ഒരുമിച്ച് നിന്നു അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശാഭിമാനി എഴുതിയൊരു മുഖപ്രസംഗം അതിനകത്ത് പറയുന്നത് ഇത് തികച്ചും ഈ ഭേദഗതി തികച്ചും ഭരണഘടനാ വിരുദ്ധമെന്നാണ്. അതിന് ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ്? സാറേ, ഞാൻ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ കൃത്യമായിട്ട് വായിച്ചു. ഞാൻ ദേശാഭിമാനിയുടെ വായനക്കാരനാണ്. ഞാനത് എഡിറ്റോറിയൽ വായിച്ചു. ഉദാഹരണത്തിന് എഡിറ്റോറിയൽ ദേശാഭിമാനി മാത്രമല്ല എഴുതിയത്, ദീപിക എഴുതി. ദീപികയുടെ പഴയ പേരറിയാമല്ലോ, നസ്രാണി ദീപിക. ഭാരതത്തിലെ ദീപിക. അപ്പം ദീപിക ആർക്ക് വേണ്ടിയാണെന്നുള്ളതാണ് ഇതിൻ്റെ പഴയ പേര് തന്നെ കാണിക്കുന്നത്. പിന്നെ മലയാള മനോരമ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് അറിയാത്ത ഒരു കൊച്ചു കുഞ്ഞു പോലും കേരളത്തിലില്ല. മാധ്യമം അവർ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ഒരു ചാനലിലൂടെ അവർ നടത്തുന്നുണ്ട്. അതാണ് മാധ്യമത്തിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ ഈ 3 പത്രങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഈ ദേശാഭിമാനി എഴുതിയ ഈ എഡിറ്റോറിയൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, പണ്ട് ദേശാഭിമാനി കല്ലച്ചടിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ സഹാക്കളൊന്നും കാര്യമായി വിദ്യാഭ്യാസം ഉള്ളവരല്ല. അപ്പോൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് ഈ മൈക്ക് പാട്ട് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകുന്ന ആളുകളായിരുന്നു. ഇന്ന് IT യുഗത്തിലാണ് താമസിക്കുന്നത്. ജനം IT യുഗത്തിലാണ് താമസിക്കുന്നതെന്നും ചിന്താശേഷിയുള്ള ആളുകളാണെന്നും അങ്ങനെ അത്രയും പുരോഗമിച്ചിട്ടുണ്ടെന്നും വേണ്ട വിധത്തിൽ ദേശാഭിമാനി മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ എഡിറ്റോറിയലുണ്ട്, ഞാൻ സാറിനോട് പറയാം. എഡിറ്റോറിയൽ 2-3 വാചകമാണ് എന്നെ ആകർഷിച്ച പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് പറയുന്നത്, ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്കും അവർ നടത്തുന്ന ധർമ്മസ്ഥാപനങ്ങൾക്കും നൽകുന്ന അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് FCRA. എന്ത് സാറേ പറയുന്നത്? FCRAയിൽ എവിടെയെങ്കിലും മതന്യൂനപക്ഷം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഭൂരിപക്ഷം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? മതന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന എന്ത് തടസ്സമാണ് FCRA കൊണ്ടുവരുന്നത്? FCRA ഒന്നും ഒരു തടസ്സവും കൊണ്ടുവരുന്നില്ല. അപ്പോൾ ആദ്യം എഴുതി തന്നെ വസ്തുതാ വിരുദ്ധമാണ്, തെറ്റിദ്ധാരണാജനകമാണ്. ഒരു എഡിറ്റോറിയലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ആരോപണം, ന്യൂനപക്ഷ വിഭാഗങ്ങളെ അപരവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഇത് ദേശാഭിമാനി എഴുതുമ്പോൾ താഴെ തന്നെ ദേശാഭിമാനി പറയുന്നുണ്ട്, 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാരാണ് വിദേശ സംഭാവന നിയന്ത്രണ നിയമം കൊണ്ടുവന്നത്. ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കാനായിരുന്നു PC അലക്സാണ്ടർ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി അങ്ങനെ കൊണ്ടുവന്ന. ഇപ്പം മോദിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ദിരാഗാന്ധി സമയത്ത് 1976 എന്തിനാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇത് കൊണ്ടുവന്നത്? ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനാണ് അല്ലേ? പകൽ പോലെ വ്യക്തമല്ലേ അത്? അത് കഴിഞ്ഞ് 2010-ലും 2020-ലും കൊണ്ടുവന്ന ഭേദഗതിയെക്കുറിച്ച് പറയുന്നു. അപ്പം നിലവിലുള്ള ഒരു നിയമം, അല്ലാതെ നരേന്ദ്രമോദി കണ്ടുപിടിച്ച് കൊണ്ടുവന്നൊരു നിയമമേ അല്ലെന്നാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അവർ തന്നെ പറയുന്നത്. ആ നിയമത്തിന് ചില ഭേദഗതികൾ കൊണ്ടുവന്നു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് ബില്ലാണ് എന്ന് പറയുന്ന നിലവിലൊരു നിയമം ഉണ്ടല്ലോ, അത് അമെൻഡ് ചെയ്യല്ലേ ചെയ്തിരിക്കുന്നത്. ഈ അമെൻമെൻറ്റിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിന് തടസ്സമുണ്ടോ? അവരുടെ ദേവാലയങ്ങൾ നടത്തുന്നതിന് തടസ്സമുണ്ടോ? അവർക്ക് എന്താ സാർ, അവരുടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് തടസ്സമുണ്ടോ? ഇവിടെ സംഭവം ഒറ്റ കാര്യമുള്ളൂ. ഇത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് സംഭാവനകൾ കിട്ടുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ്. അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. മതന്യൂനപക്ഷത്തിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ നിയമത്തിൽ എവിടെയും മതന്യൂനപക്ഷത്തെക്കുറിച്ച് പറയുന്നില്ല. ഇനി FCRA ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തടയാൻ ശ്രമിച്ചു എന്ന് പറയാം. കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിദേശ ഫണ്ട് കിട്ടുന്നത് അമൃതാനന്ദമയി മഠത്തിനാണ്. എനിക്കൊന്ന് 2000 crores എങ്ങാണ്ടാണ് അവർ കിട്ടുന്നുണ്ട്. പിന്നെ ചിന്മയ മിഷൻ കിട്ടുന്നുണ്ട്, രാമകൃഷ്ണ മിഷനുണ്ട്, പിന്നെ സായി ട്രസ്റ്റിനുണ്ട്, അതുപോലെ തന്നെ ഇസ്കോണിനുണ്ട്, ഇഷ ഫൗണ്ടേഷനുണ്ട്. ഇതൊക്കെ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്ഥാപനമാണ്, ഇതെല്ലാം ഹിന്ദുക്കൾ നടത്തുന്ന സ്ഥാപനമല്ലേ. അവർക്ക് ഉള്ള പിന്നെ അവർ അനുസരിക്കേണ്ട നിയമങ്ങളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അനുസരിക്കേണ്ട നിയമങ്ങളും തമ്മിൽ ഈ നിയമത്തിൽ എവിടെയെങ്കിലും ഒരു വേർതിരിവ് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പം ഇത് സംഭവം വളരെ ലളിതമാണ്. വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി കണക്ക് കൊടുക്കണം. അതായത് സംഭവം വളരെ ലളിതമാണ്. ഈ മടിയിൽ കനമുള്ളവൻ വഴി പേടിച്ചാൽ മതിയല്ലോ. ഇവരാരും പറയാത്തൊരു കാര്യമല്ലേ പിന്നെ ഇത് ഇപ്പം ദേശാഭിമാനി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇനി ദേശാഭിമാനി ഒരു കാലത്ത് കൊണ്ടു നടന്ന ഒരാളുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാർ കൂറിലോസ് എന്നാണ്, യാക്കോബായ സഭയുടെ.
അദ്ദേഹം വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ നിയമത്തെ അംഗീകരിക്കുന്ന ക്രൈസ്തവ സഭകളുണ്ട്. നമ്മുടെ ചാനലുകൾ മറച്ചു വെച്ചിരിക്കുകയാണ്. മാർ കുർലോസ് ഈ നിയമത്തെ അംഗീകരിക്കുന്ന ആളാണ്. പണ്ട് മാർ പൗലോസ് എന്ന് പറഞ്ഞൊരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായ്വ് ഉണ്ടായിരുന്ന ആളാണ്. അന്നത്തെ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മാർ പൗലോസിനെ പോലെയുള്ള ആളുകൾക്ക് അംഗീകാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കോർപ്പറേറ്റ് ആയതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ നയിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നമാണ് എഡിറ്റോറിയൽ ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിയമപരമായി ഫണ്ട് സ്വീകരിക്കുന്ന സഭകളുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ സഭകൾ രണ്ട് തരത്തിലുണ്ട്. നിയമപരമായി ഫണ്ട് സ്വീകരിക്കാത്തവരും ഫണ്ട് സ്വീകരിക്കുന്നതും. അപ്പം അദ്ദേഹം വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അത് വളരെ റിലവൻ്റായ ചോദ്യമാണ്. ലോകത്ത് 57 മുസ്ലിം രാജ്യങ്ങളുണ്ട്. എവിടെയെങ്കിലും പോയി മതപരിവർത്തനം നടത്താൻ നോക്കൂ. ഇത് മതപരിവർത്തനം തടയും, അതാണ് സഭകളുടെ ഉറക്കം കെടുത്തുന്നതെങ്കിൽ ഈ നിയമം വളരെ നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഇതിനെ എതിർത്ത് വന്നിരിക്കുന്നത് മാത്യൂസ് തൃതീയൻ എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് എതിർത്തിട്ടുണ്ട്. അവരെതിർത്തോട്ടെ. ഈ അനുകൂലിക്കുന്ന ആളുകളും രാജ്യത്തില്ലേ? മാർ ആൻഡ്രൂസ് താഴത്തിനും എനിക്കും ഒരേ വോട്ടവകാശമല്ലേ ഉള്ളൂ, ഒരേ പൗരാവകാശമല്ലേ ഇവിടെ ഉള്ളൂ. എനിക്കുള്ള പൗരാവകാശം, എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റും അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ പറയുകയാണ്, FCRA നിയമം, ഈ ഭേദഗതി നിയമം അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. സാറേ, വൈറ്റ് കോളർ ടെററിസം നമ്മൾ എപ്പോഴാണ് കേട്ടത്? റെഡ് ഫോർട്ടിനടുത്ത് സ്ഫോടനം ഉണ്ടായപ്പോഴല്ലേ? ആ സ്ഫോടനം നടത്തിയ ഏജൻസിക്ക് കിട്ടിയത്, തുർക്കിയിൽ നിന്ന് കിട്ടിയത് 600 കോടി രൂപയുടെ വിദേശ ഫണ്ടാണ്. നിഷേധിക്കാൻ കഴിയുമോ? ഇനിയും ഇവിടെ കൊണ്ടുവരുന്നു, വിദേശ ഫണ്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. ഈ വിദേശ ഫണ്ട് ഉപയോഗിച്ച് മതപരിവർത്തനം നടന്നത് ശരിയാണോ? മതപരിവർത്തനം നടത്തേണ്ടത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് ആളുകൾക്ക് പണം കൊടുത്തല്ല. അത് ചെയ്യാൻ പാടില്ല. ഇന്ത്യയിലല്ലാതെ ചൈനയിൽ നടക്കും, ഇത് തൊട്ടടുത്ത് പാകിസ്ഥാനിൽ പോയി നടക്കും, ബംഗ്ലാദേശിൽ നടക്കും. അപ്പോൾ ഈ രാജ്യം ജനാധിപത്യമായതുകൊണ്ടും ഇവിടുത്തെ ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരായതുകൊണ്ടും എന്തുമങ്ങായി കളയാം എന്ന് പറഞ്ഞു പോയാൽ ഭൂരിപക്ഷം റിയാക്ട് ചെയ്യുന്ന കാലഘട്ടത്തിലേക്കാണ് പോയത്. അത് ദേശാഭിമാനിയും മാർക്സിസ്റ്റ് പാർട്ടിയും പഠിക്കേണ്ട ഒരു കാര്യം. 2019 അവരെ സ്ത്രീയെ പ്രവേശിപ്പിക്കാൻ വന്നത് ശബരിമലയിൽ 8 നിലയെ പൊട്ടി കരയ്ക്ക് കയറിയില്ലേ? ഇന്നിപ്പോൾ സ്ത്രീയെ പ്രവേശിക്കാൻ അവർ തയ്യാറാകുമോ? FCRA എന്ന നിയമത്തെ മാർക്സിസ്റ്റ് പാർട്ടി അനുകൂലിക്കുന്ന കാലം അനധിവിദൂരമല്ല. 2019 ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി നിന്നവർ, പിന്നെ സ്ത്രീ പ്രവേശനത്തിനെതിരായി നിലപാട് സ്വീകരിച്ചവർ ഒരു സമയത്തിൻ്റെ സമയമുള്ളൂ. അപ്പം ഇതിനനുകൂലമായി നിലപാട് സ്വീകരിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കാണുമില്ലോ എന്ന് നമുക്കറിയത്തില്ല. മാർക്സിസ്റ്റുകാർ പഠിക്കാതെ പോയൊരു ചരിത്രമുണ്ട്. 1959 ഇവിടെ വിമോചന സമരം നടത്തിയപ്പോൾ വിദേശ ഫണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്ന് ആരോപിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദേശ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നടത്തിയ കലാപമാണ്. അതിന് അമേരിക്ക കൊടുത്ത പണം ഉപയോഗിച്ചാണ് ഇവിടെ വിമോചന സമരം നടന്നത്. അങ്ങനെ അവർ പറഞ്ഞിട്ട് ഉള്ളതിൽ അവർ ഖേദിക്കുന്നുണ്ടെങ്കിൽ അവർ ഖേദിക്കട്ടെ. അപ്പോൾ അങ്ങനെ അതേ വിദേശ ഫണ്ടല്ലേ ഇവിടെ വരുന്നത്. EMS അങ്ങോട്ട് മാറി വേറൊരു ഗവൺമെൻറ് വന്നാൽ അത് അവർക്ക് ബാധകമല്ലേ? മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശ ഫണ്ട് ഉപയോഗിച്ച് ഇവാഞ്ചലിസ്റ്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും ഈ ബില്ലെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടതല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി അത് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ അവർ 59 എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം. അപ്പം ഈ ദേശാഭിമാനിയുടെ വാർത്ത ഇത് വായിക്കുമ്പോഴേ ഒരു ചിന്താശേഷിയും ഇല്ലാത്ത കുറേ വിഡ്ഢികളാണ് ഇത് വായിക്കുന്നത് എന്ന് പത്രാധിപർ ധരിച്ചിട്ടുണ്ടെങ്കിൽ പത്രാധിപരോട് സഹതപിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ മനോരമ മാതൃഭൂമി എഴുതിയതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. സാറേ, ഈ ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ, പുതുക്കാതിരിക്കുന്നതിൻ്റെ കാരണം കാണത്തില്ലേ? ഗവൺമെൻറ് അങ്ങനെ തീരുമാനിച്ചാൽ കോടതിയില്ലേ സാറേ തീരുമാനം എടുക്കാൻ? എൻ്റെ ലൈസൻസ് പുതുക്കിയില്ല, സാറിൻ്റെ ലൈസൻസ് പുതുക്കി, ഞാൻ ഗവൺമെൻറ്റിനടുത്തല്ല പോകുന്നത്, കോടതിയിലല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വിവേചനമില്ലാതെ പിന്നെ അനുവദിച്ചപ്പോൾ കോടതിയിലല്ലേ പോയി നീതി തേടിയത്? അപ്പോൾ അവിടെ കോടതിയുണ്ട്. അപ്പോൾ ഇതിനെതിരെ അവർക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഡിസ്ട്രിക്ട് ജഡ്ജിനടുത്ത് പോകാം, അവിടെ കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പണം ഉപയോഗിച്ച് അവർ സമ്പാദിച്ച സ്വത്തുക്കൾ അത് ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ അതോറിറ്റിയുടെ കീഴിലേക്ക് വരും. അത് ക്രൈസ്തവ സഭയും വരും, ഹിന്ദു സഭയും വരും, മുസ്ലിം സഭയും വരും. അതിനെന്തിനാ ഈ മതമേലധ്യക്ഷന്മാർ ഇത്ര അവരിത്ര പിന്നെ രോഷാകുലരാകുന്നത്? എല്ലാവർക്കും, എല്ലാ ട്രസ്റ്റുകൾക്കും ബാധകമായ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന, വിദേശ സംഭാവനകൾ കിട്ടുന്ന ഹൈന്ദവ ട്രസ്റ്റുകളുണ്ട്. അവർക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്. ക്രൈസ്തവ സഭകളെ എതിർക്കുന്നു എങ്കിൽ ആ എതിർപ്പിൻ്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട്, ഗൂഢതാല്പര്യങ്ങളുണ്ട്. അത് തുറന്നു കാണിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. ഒരു കാരണവശാലും FCRA ഭേദഗതി നിയമം പിൻവലിക്കരുത് എന്നാണ് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എനിക്കത് പറയാമല്ലോ.
സാർ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് വീട് വെക്കുമ്പോൾ പോലും അത് ആ പർപ്പസിനാണോ ഉപയോഗിക്കുന്നത്, നമ്മുടെ അത് ആ പൈസ നമ്മൾ തിരിച്ചടയ്ക്കുന്ന പൈസയാണ്. അത് തന്നെ നമ്മളിപ്പോൾ ഞാൻ ഒരു ലോൺ എടുക്കുന്നു, ആ പൈസ എടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു കിഡ്നി പ്രശ്നം വരുന്നു, ഞാൻ ആ പൈസ അവിടെ കൊടുത്തു, ബാങ്ക് വരുന്ന അത് പറഞ്ഞാൽ മതിയോ? പോരാ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന ആ പൈസ തിരിച്ചടയ്ക്കുന്നതാണെങ്കിൽ കൂടിയും അതിൻ്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണെന്നും അത് കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ഇവിടെ പറയുന്നത് ഈ തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയാണ്, അത് സംശയത്തിൻ്റെ കണ്ടതിനകത്തുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പല ഘട്ടങ്ങളിൽ നമ്മൾ കാർഷിക സമരം വന്നപ്പോഴൊക്കെ നമ്മളിത് കണ്ടതാണ്. ഇപ്പോൾ മണിപ്പൂരിലെ ഇഷ്യൂ നടക്കുന്ന വിഷയം നമ്മുടെ ഈ പൈസ പല ആൾക്കാരും ജയിലിൽ കിടന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്നത് ഇതിൻ്റെ പേരിലാണ് വാസ്തവത്തിൽ. അപ്പോൾ അവിടെ വരുന്ന പൈസ ഇവരിപ്പോഴും പറയുന്നത് ഇത് അൺഅക്കൗണ്ടബിളായിട്ട് തന്നെ കിടക്കണം, അത് പരിശോധിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിലപാട് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുനിന്നൊരു സംഘടന എടുക്കുകയാണെങ്കിൽ അതിനെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അതാ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്തെ ജനാധിപത്യ രാജ്യത്ത് എല്ലാവരും തുല്യരാണ്, ചിലർ കൂടുതൽ തുല്യരാണ് എന്ന് അവർ സ്വയം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നിടത്താണ് ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ പ്രകീർത്തിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദേശാഭിമാനിയുടെ ഇതായിരുന്നു നമ്മൾ പറഞ്ഞു. സാർ, ദേശാഭിമാനി അവിടെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് വായിച്ചാൽ ചിരിച്ചുപോയി. ആരുമായും കൂടിയാലോചിക്കാതെ രൂപപ്പെടുത്തിയ ബില്ലായിരുന്നാണ്. PMശ്രീ ഇവിടെ നടപ്പിലാക്കിയപ്പോൾ CPI കാരനോട്ട് ആലോചിച്ചു സാറേ ഇവർ. പിന്നോട്ട് ആരുമായിട്ട് ആലോചിക്കുന്നത്? ഒരു കൊച്ചു നിയമമല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സംഗതി കൊള്ളാം, പക്ഷേ വാസവദത്ത ചാരിത്ര പ്രസംഗം നടത്തരുത്, അത് ശരിയല്ല. അപ്പോൾ ഇത് തിരിച്ചറിയണം. ഈ ബില്ല് ഇതിപ്പോൾ അവരെഴുതി ഈ എഡിറ്റോറിയലിൻ്റെ പിന്നിലെ വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ഇനി വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അനധികൃതമായി ആനുകൂല്യങ്ങൾ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവരെയും തുറന്നു കാണിക്കണം എന്നാണ് ഒരു പൗരൻ എന്നുള്ളതിൽ എൻ്റെ അഭിപ്രായം. എന്തായാലും ശരി, ഈ അമെൻമെൻറ്റ് ബില്ല്, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ അമെൻമെൻറ്റ് ബില്ല് ഒരു കാരണവശാലും ഈ സർക്കാർ പിൻവലിക്കരുത്. വിദേശ പണം ഉപയോഗിച്ച് ഇവിടെ നടത്തുന്ന മതപരിവർത്തനത്തെ സകല ശക്തി ഉപയോഗിച്ച് എതിർക്കേണ്ടതാണ്. അതിന് ആണ് ഈ ഗവൺമെൻറ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊക്കെ അനുകൂലിക്കാനായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്താൽ പോരായിരുന്നു. 370 വകുപ്പ് റദ്ദാക്കുമ്പോണ്ടല്ലയോ മോദിയെ തിരഞ്ഞെടുത്തത്. ദേശീയ പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞല്ലേ മോദിയെ തിരഞ്ഞെടുത്തത്. അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അവർ തയ്യാറാകുന്നുവെങ്കിൽ ഒരു കാരണവശാലും മതമേലധ്യക്ഷന്മാരുടെ അനാവശ്യമായ നിക്ഷിപ്ത താല്പര്യത്തോടുള്ള ഈ സമ്മർദ്ദത്തിന് ഗവൺമെൻറ് വഴങ്ങരുത് എന്നാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സാധാരണ പൗരൻ, വോട്ടവകാശമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.